നമസ്കാരം, എല്ലാവർക്കും വാച്ച് ലിസ്റ്റിൻ്റെ 37ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിപണിയിൽ തിരിച്ചടി തുടരുകയാണ്. 8ാം ദിവസമാണ് പ്രധാന ഓഹരി സൂചികകൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച എല്ലാ സെക്ടറുകളിലും കാര്യമായ നഷ്ടം നേരിടുകയും ചെയ്തു. താരതമ്യേന നഷ്ടം കുറവ് ലാർജ് ക്യാപ്പ് ഓഹരികളിലായിരുന്നു. എന്നാൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് വിഭാഗം ഓഹരികളിൽ ശക്തമായ തിരിച്ചടിയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളിലെ തിരിച്ചടിക്കുള്ള കാരണങ്ങളും ഈ സാഹചര്യങ്ങൾ ഇനി എന്ന് മെച്ചപ്പെടുമെന്നുമാണ് ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. പിന്റു, ഈ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ തിരിച്ചടി വരാനുള്ള കാരണം എന്തൊക്കെയാണ്? നാലഞ്ച് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വർഷത്തെ ഇതുവരെയുള്ള പ്രകടനം ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 9% നമ്മൾ തിരിച്ചിട്ട് നേരിട്ടുണ്ട്. ഇപ്പം സെപ്റ്റംബർ അവസാനമായിരുന്നു എല്ലാ ഇൻഡെക്സുകളും ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയത്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 21%-ലധികം തിരിച്ചിട്ട് നേരിട്ടു. അപ്പോൾ റീസെൻറ്റ് പീക്കിൽ നിന്നുള്ളത് നോക്കുകയാണെങ്കിൽ 20%-ലുള്ള തിരിച്ചടി എന്ന് പറയുമ്പോൾ ഒരു ബെയർ മാർക്കറ്റ് ഫേസിലേക്ക് സ്മോൾ ക്യാപ്പ് കടന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. അപ്പം ഈ വർഷത്തെ ഇപ്പോൾ ഇതുവരെയുള്ള ഒരു കാലയളവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 9% നമ്മൾ തിരിച്ചിട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പം ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ, അതായത് ഇന്ത്യൻ വിപണിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികകളൊന്നായ നിഫ്റ്റി, NSE നിഫ്റ്റിയിൽ 3%-മാണ് 3.3% ഒരു നഷ്ടമാണ് ഇയർ ടു ഡേറ്റ് വന്നിരിക്കുന്നത്. റീസെൻറ്റ് പീക്കിൽ നോക്കുകയാണെങ്കിൽ 13% പക്ഷേ പ്രധാന ഓഹരി സൂചികളിൽ ഒരു 12-13% ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുള്ളെങ്കിലും ബ്രോഡർ മാർക്കറ്റിൽ വളരെയധികം ഉള്ള തിരിച്ചടി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കുകയാണെങ്കിലും 1000 കോടിയുടെ മേളിലുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള ഓഹരികളിൽ 80%-ഉം 20% മേളിലുള്ള കറക്ഷൻ റീസെൻറ്റ് പീക്കിൽ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനുള്ള ഒരു കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ, അതായത് ഈ ഒരു കറക്ഷൻ ഫേസിലോട്ട് പോകാൻ ആദ്യത്തെ ഘടകം വാല്യുവേഷൻ കൺസേൺ തന്നെയായിരുന്നു. അതായത് ഓഹരികളുടെ മൂല്യമതിപ്പിൽ അതിൻ്റെ ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒരു വളരെ വലിയൊരു ബുൾ ഫേസിലൂടെ ഓഹരികളെല്ലാം കടന്നുപോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ, അതായത് സെപ്റ്റംബർ മുന്നേ ഉള്ള ഒരു വർഷക്കാലങ്ങൾ നോക്കുക തന്നെയാണ് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ ഒരു ഡബിൾ ചെയ്യുന്ന രീതിയിലോട്ടുള്ള കുതിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ ഉള്ളൊരു 4-5 വർഷത്തെ ഓഹരികൾ കയറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ അവരുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗഫലമൊക്കെ ഏകദേശം അവരുടെ മാച്ച് ചെയ്യുന്നില്ല, ഡബിൾ ഡിജിറ്റിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പിടിച്ചിരിക്കാൻ കഴിയുന്നത്. അതായത് വാല്യുവേഷൻ ഒരു പ്രീമിയത്തിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള പെർഫോമൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ലെങ്കിൽ ഏത് സമയത്തായാലും കറക്ഷന് പോകും. അപ്പോൾ കഴിഞ്ഞ മുന്നേ ഉള്ളൊരു 4 വർഷത്തോളം ഒരു സ്റ്റോക്ക് പ്രൈസിലേക്ക് ഒരു റാലി ഉണ്ടായിരുന്നെങ്കിലും കോർപ്പറേറ്റ് ഏർണിങ്സ് ഒക്കെ മിക്കതും തന്നെ ഡബിൾ ഡിജിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെ നമുക്ക് ന്യായീകരിച്ച് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ വർഷം ഇതേപോലെ തന്നെ മുന്നോട്ട് പോയെങ്കിലും ഓഹരികളിൽ വലിയ കുതിപ്പുണ്ടായെങ്കിലും ആ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഏർണിങ്സ് കഴിഞ്ഞ 2 ക്വാർട്ടറിൽ, ഇപ്പോൾ Q2 ആണെങ്കിലും Q1 ആണെങ്കിലും തേർഡായാലും നമുക്ക് അത്രയും കാണാനില്ല, അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള ട്രിഗർ അവിടെ അതിൽ നിന്നില്ല. അപ്പം പിന്നെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷത്തെ, അതായത് കഴിഞ്ഞ ഒരു 1.5 മാസത്തിൽ ഇപ്പോൾ തിരിച്ചടി നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി വന്നിട്ടും അത് തിരിച്ചടി തുടരുന്നതിൻ്റെ കാര്യം നിലവിലും വാല്യുവേഷൻ തന്നെയുണ്ട്. അപ്പം അതായത് ഇപ്പോഴും ഇത്രത്തോളം തിരിച്ചടി നേരിട്ടെന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിൻ്റെയൊക്കെ ഒരു ഇൻഡെക്സിനെ നമ്മൾ നോക്കുമ്പോഴും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇപ്പോഴും നിൽക്കുന്നത് 24.5 മൾട്ടിപ്പിൾസിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു 10-year ആവറേജ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും 16 times ആണ്. അത് ഹിസ്റ്റോറിക്കൽ PE ആയിട്ട്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആയിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ കറക്ഷൻ സംഭവിച്ചു നമ്മൾ പറഞ്ഞിട്ട് പോലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എക്സ്പെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മിഡ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ഒരു ഫോർവേഡ് PE നോക്കിയാലും 35.8 മൾട്ടിപ്പിൾസിലാണ് നിൽക്കുന്നത്. ഒരു 10-year ആവറേജ് തന്നെ നോക്കിയാലും 22.4 ആണ്, അതിന് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ഫോർവേഡ് PE നോക്കുകയാണെങ്കിൽ, അതായത് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫോർവേഡ് PE ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഈ ഒരു കറക്ഷനോട് കൂടി തന്നെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആവറേജ് താഴേക്ക് വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് നിലവിൽ നിഫ്റ്റിയുടെ ഒരു ഫോർവേഡ് PE എന്ന് പറയുന്നത് ഒരു 1 year ഉള്ളൊരു കാലാവധിയിൽ നോക്കുകയാണെങ്കിൽ 19.9 മൾട്ടിപ്പിൾസിലാണ് ഫോർവേഡ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത്. അപ്പം അതേസമയം എൻ്റെ 10-year ആവറേജ് നോക്കുമ്പോൾ 20.6 ആണ്. അപ്പം സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പ് സ്പേസിലും ആ വാല്യുവേഷൻ റീസെൻറ്റ് കറക്ഷൻ നടന്നിട്ട് കൂടി വാല്യുവേഷൻ കൺസേൺസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ സെപ്റ്റംബറിന് ശേഷമാണ് മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലേക്ക് കടന്നെങ്കിൽ പോലും അതിന് മുന്നേ ഉള്ള ഒരു വർഷത്തിൽ ഇടയിൽ ഈ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് മിക്ക സ്റ്റോക്കുകളൊക്കെ ഡബിൾ ചെയ്തിട്ടുണ്ട്, ട്രിപ്പിൾ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് റാലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വോളറ്റൈൽ ഫേസിലോട്ട് കടക്കുമ്പോൾ റീറ്റെയിലേഴ്സ് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഈ സെഗ്മെൻറ്റിൽ എക്സ്പോഷർ ഉള്ളവർ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത്
എവിഡൻ്റ് ആണ്, അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇത്തരം ഇപ്പോഴത്തെ ഒരു സെൽ ഓഫിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. പിന്നെ RBIയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷ രീതിയിൽ തന്നെയാണ് 25 BPS റേറ്റ് കട്ട് വന്നത്. അത് ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത് വലിയായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഫർദർ ആയിട്ടുള്ള റേറ്റ് കട്ടുകളെ പറ്റി, ഇനിയുള്ള ഒരു റേറ്റ് റിഡക്ഷൻ സൈക്കിളിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞില്ല. ഒരു ഹോക്കിഷ് സ്റ്റാൻഡ്, അത് കോഷ്യസ് അപ്രോച്ചാണ് RBIയുടെ ഭാഗത്ത് വന്നേക്കുന്നത്. ഇൻഫ്ലേഷൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വരുതിയിലാവാത്തത് കൊണ്ടാണ് ആ ഒരു കോഷ്യസ് സ്റ്റാൻഡ്സ് എടുത്തേക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗ്ലോബൽ മാക്രോ ഫാക്ടേഴ്സൊക്കെ ഒരു പ്രതികൂല ഘടകങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഇനി ഷൂട്ടപ്പോഴുള്ള സാധ്യതകൾ ഉണ്ടാവാതിരിക്കും. പക്ഷേ ഈ ഗ്ലോബൽ ഫാക്ടേഴ്സ് നെഗറ്റീവായിട്ടാണ് പോകുന്നെങ്കിൽ അത് വേണമെങ്കിൽ ഷൂട്ടപ്പോഴുള്ള സാധ്യതയുണ്ട്. ആ ഒരു കോഷ്യസ് അപ്രോച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ MSME അല്ലെങ്കിൽ റേറ്റ് സെൻസിറ്റീവ് ആയുള്ള സെക്ടേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ബോറോയിങ് കോസ്റ്റ് ഉടനെയും കുറയാൻ പോകുന്നില്ല. അപ്പോൾ അത് ബോറോയിങ് കോസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് മുടക്കാതിരിക്കുന്ന പൈസയിൽ കുറവ് വരുത്താം, സ്ലഗ്ഗിഷ് ഗ്രോത്തിലോട്ടൊക്കെ പോകാം, പല പദ്ധതികളെ എക്സ്പാൻഷനൊക്കെ ബാധിക്കാം. അപ്പോൾ ആ ഒരു ഫാക്ടറും അല്ലെങ്കിൽ ആ ഒരു സംഭവം, അതായത് RBIയുടെ 25 BPS അല്ലെങ്കിൽ 4% റേറ്റ് കുറച്ചത് ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് പോയി. പക്ഷേ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത് ഇനി അല്ലെങ്കിൽ ഈ വർഷം ഇനി റേറ്റ് കട്ട് പലിശകൾ കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് സൂര്യൻ നൽകിയ ഒരു കോഷ്യസ് അപ്രോച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ FISൻ്റെ സെല്ലിംഗ് തന്നെ ശക്തമായി തുടരുന്നത് നമുക്ക് കാണാം. ഇപ്പം ഈ ഫെബ്രുവരിയിൽ മാത്രം FISൻ്റെ സെല്ലിംഗ് 25,000 കോടിയിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഒരു ബൈ ചെയ്യുന്നതുകൊണ്ടാണ് പരുക്ക് കുറഞ്ഞ് തലമേന് നിൽക്കുന്നത്. അപ്പം 21,650 കോടിക്ക് അവർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പം കൂടുതലും ഈ ഒരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫേസിൽ വോൾട്ടൈൽ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവർ DSൻ്റെ ബൈയിങ്ങും കൂടുതൽ ലാർജ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്പേസിൽ ഒരു സെൽ ഓഫിനെ തടയാനധികം കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ DSൻ്റെ ഒരു ബൈയിങ്ങിൻ്റെ പ്രയോറിറ്റി മാറിയിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നോക്കുമ്പോഴും കമ്പയറബിളി ഇപ്പോൾ ഈ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പും നിയർലി 10% വീണ സമയത്ത് 3% മാത്രമേ ലാർജ് ക്യാപ്പ്, അതായത് നിഫ്റ്റി മെയിൻ ഇൻഡെക്സ് വീണ്ടുള്ള നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സാണുള്ളത്. ഇപ്പോൾ ട്രംപിൻ്റെ ട്രേഡ് താരിഫിൻ്റെ റെസിപ്രോക്കൽ താരിഫിനെയൊക്കെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഒരു ഗ്ലോബലായിട്ട് അടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിരുന്നു. നമുക്ക് പ്രതീക്ഷിച്ച വലിയ കാര്യങ്ങളൊന്നും എന്തായാലും നെഗറ്റീവും അധികം പറയാനില്ല. കാര്യം വെച്ചാൽ സെപ്റ്റംബർ-നവംബറോടുകൂടി തന്നെ ഇന്ത്യ-US ഒരു ട്രേഡ് ഡീലിനെ പറ്റിയിട്ട് എന്തായാലും അന്തിമ ധാരണയിലെത്താമെന്നുള്ളൊരു കരാർ അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2030 ഇന്ത്യ-US ഒരു ബയലാട്രൽ ട്രേഡ് $500 ബില്യൺ വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോസിറ്റീവാണ്. പക്ഷേ പുള്ളി റെസിപ്രോക്കൽ താരിഫിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എത്രയാണോ മറ്റ് രാജ്യങ്ങളിൽ നികുതി ചുമത്തുന്നത് അതേ അളവിൽ അതേ വിഭാഗത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വന്നാലും ചുമത്തുമെന്നാണ് ഒരു സ്റ്റാൻഡാണ് ട്രംപ് എടുത്തേക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഘടകമാണ്. എന്നിരുന്നാലും അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എടുക്കാൻ കഴിയുക. പക്ഷേ ഒരു നെഗോസിയേഷനുള്ളൊരു സാധ്യത തുറന്നിട്ടതിനെ വേണം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷേ അതായത് ഗ്ലോബൽ ഫാക്ടേഴ്സിൻ്റെ അകത്തുള്ള ഒരു അനിശ്ചിതത്വം അവർ ഇപ്പോഴും ബാധിക്കുന്നുണ്ട്. അപ്പം അത് കാരണമുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇതുപോലെ തന്നെ US-ലായുള്ള റേറ്റ് കട്ട് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു മീൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷം നേരത്തെ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുറഞ്ഞ നിരക്കിലുള്ള തവണകളായിട്ടുള്ള റേറ്റ് കട്ട് വരാൻ സാധ്യത. അങ്ങനെ ഡോളർ സ്ട്രെങ്തനായിട്ട് നിൽക്കും. അപ്പോൾ ഡോളർ ഒരു സ്ട്രെങ്തനായിട്ട് നിൽക്കുന്ന അവിടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. അപ്പം MSME അല്ലെങ്കിൽ ഇതുപോലെ ചെറുകിട കമ്പനികൾക്കൊക്കെ അവരുടെ ഇമ്പോർട്ട്, അതായത് റോ മെറ്റീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഘടകങ്ങളോ ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. അതൊക്കെ പ്രോഫിറ്റബിലിറ്റീനെ ലാഭക്ഷമതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെറ്റ് കടകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കോസ്റ്റൊക്കെ കൂടും. അപ്പോൾ ഇതൊക്കെ അവർ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ കറക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും വാല്യുവേഷൻസ് മിക്ക സെക്ടറുകളും അല്ലെങ്കിൽ ഓഹരികളിലും പ്രീമിയം നിൽക്കുന്നു എന്നുള്ളതൊരു ഘടകമാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്, FI സെല്ലിംഗ് ഉണ്ട്, റുപ്പി ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുള്ളതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ഈ ഓഹരികൾ അന്നത്തേക്ക് മെച്ചപ്പെടുമെന്നാണ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുമോ? എന്തായാലും 2025 പകുതി വരെ എന്തായാലും മാർക്കറ്റിൽ ഒരു ചാഞ്ചാട്ടം
തുടരും. അതിൻ്റെ അകത്ത് വലിയ നമുക്ക് സംശയങ്ങൾ ഇല്ല. കരിച്ച ട്രംപിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് നെഗറ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ ഘടകങ്ങളുണ്ട്. പക്ഷേ അതിന് ശേഷം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ല സാധ്യതകളുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഇൻകം ടാക്സിൻ്റെ ഇളവുകളൊക്കെ നൽകിയിട്ടുണ്ടാവുന്ന ഒരു കൺസെപ്ഷൻ ബൂസ്റ്റ് ഉണ്ട്. RBI ആണെങ്കിൽ റേറ്റ് കുറച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എടുക്കാം. ഫർദറായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തത കുറവുണ്ടെങ്കിൽ പോലും റേറ്റ് കുറച്ചു എന്നുള്ളത് അല്ലെങ്കിൽ അതിന് തുടക്കം ഇട്ടു എന്നുള്ളതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ Q2 നടപ്പ് സാമ്പത്തിക Q2 ഇന്ത്യയുടെ GDP വളർച്ചയിൽ വന്ന രീതിയാണ് മാർക്കറ്റ് ഇത്രയും വലിയ സെൽഫിലേക്ക് നയിച്ചത്. ഒരു മാക്രോ ലെവലിൽ നോക്കുമ്പോൾ ഒരു ഫാക്ടേഴ്സായിട്ട് വന്നത്. പക്ഷേ അത് കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ്റെ സംഭവം കൊണ്ടുള്ള ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞുകൊണ്ട് ഫോക്കസൊക്കെ മാറിക്കൊണ്ടും വന്നിട്ട് സംഭവിച്ചിട്ട് കരുതാം. അങ്ങനെയെങ്കിൽ തിരിച്ച് അധികാരത്തിൽ വന്ന് ഒരു വീണ്ടും ട്രാക്കിലേക്ക് കയറിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ നടപ്പ് സാമ്പത്തിക സെക്കൻഡ് ഹാഫിൽ ആ ഒരു സ്പെൻഡിങ്ങും അല്ല ഒരു ഒരു ക്യാപെക്സിന് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ചെലവിടുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ Q3 GDP ഗ്രോത്ത് ഇച്ചിരി ബെറ്റർ നമ്പറിൽ എത്തേണ്ടതാണ്. അതിനെക്കാട്ടും ബെറ്ററായിട്ട് Q4 പോകാം. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ഹാഫ്, അതായത് 2020 സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു ഈ റിഡ്യൂ വന്നിട്ടുണ്ട് ലോ ബേസ് എഫക്റ്റിലായാലും അടുത്ത പ്രാവശ്യം കമ്പനിയുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ആ ലോ ബേസ് എഫക്റ്റിൻ്റെ ഒരു ഇതിൽ അടുത്ത ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നിൽപ്പുണ്ട്. അപ്പം പിന്നെ അപ്പോഴത്തേക്കും ഈ ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരികയാണെങ്കിൽ, പിന്നെ മാത്രമല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 6 മാസത്തിനിടയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായിട്ടുള്ള തിരിച്ചടി നേരിട്ടുള്ളത്. അതെന്തായാലും ഇനിയുള്ള ഒരു 6 മുതൽ 12 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് മുന്നോട്ടുള്ള കാലയളവിൽ ഈ കഴിഞ്ഞ 6 മാസത്തെ തിരിച്ചടി എന്തായാലും അത്രയും ശക്തമായിട്ടുള്ളൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു തിരിച്ചടി നമുക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഗ്ലോബൽ ഈ ട്രേഡ് താരിഫ് വാറുകൾ എന്തെങ്കിലും കൈവിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവണം. നിലവിലത്തെ രീതിയിൽ അത് കാണുന്നില്ല. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിൽ പോലും ഉടനെ തീരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്രൂഡ് ഓയിലൊക്കെ വില താഴ്ന്നു വരികയാണെങ്കിൽ ഇടയ്ക്ക് ഏറ്റവും വന്നെങ്കിൽ ഇപ്പം തിരിച്ച് 74 വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവുള്ള ഘടകങ്ങളാണ്. സപ്ലൈ ചെയിനൊക്കെ ഇമ്പ്രൂവ് ആകുന്ന ഘടകങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നിലവിലെ ട്രേഡ് താരിഫ് വാർ മോശമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 6 മാസം നമ്മൾ നേരിട്ടായിരുന്ന ഏറ്റവും, അതായത് വേസ്റ്റ് കഴിഞ്ഞു തന്നെ കരുതുന്നു. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഘട്ടം ഇനി മുന്നിലില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും 2020 സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ബെറ്റർ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഈ മാർക്കറ്റിൻ്റെ അടുത്ത ആഴ്ചയിലെ സാധ്യതകൾ എങ്ങനെയാണ്? ഇപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് 22,800 എന്നുള്ളത് 3 തവണ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിയർലി അതിൻ്റെ അടുത്താണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 22,800 എന്നുള്ള നിഫ്റ്റിയുടെ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫർദർ സെൽ ഓഫ് വരാം. പക്ഷേ എന്നിരുന്നാലും 22,600 650 സപ്പോർട്ട് എടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. പ്രത്യേകിച്ച് വലിയ ഇവൻറ്റുകളൊന്നും പ്രീ ഷെഡ്യൂൾഡായിട്ടുള്ള ഇവൻറ്റുകളൊന്നും മുന്നിലില്ല. ന്യൂസ് ഫ്ലോവിനനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ്. അപ്പം 22,800 എന്നുള്ളതാണ് നിർണായക സപ്പോർട്ട്. അത് ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ 22,600 ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ അത് 22,800 എത്ര ശക്തിയിൽ ഭേദിക്കപ്പെടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം 23,100 ഇതിലെ നിലവാരങ്ങൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ശിവ പറയുന്നത് തന്നെയായിരിക്കും ഉചിതമെന്ന് കരുതുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ നിഫ്റ്റി മിഡ് ക്യാപ് 100 ഇൻഡെക്സ് അതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ ലെവൽസ് ആദ്യം സൂം ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നിലവിലെ ഒരു സപ്പോർട്ട് സോണിലാണ് ഇൻഡെക്സ് ഉള്ളത്. നമുക്ക് ഹിസ്റ്റോറിക്കൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ കൊടുത്ത സപ്പോർട്ടാണ്, അതൊന്ന് കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് എ സെക്കൻഡ്. ആ ഒരു ജൂൺ 5-ാം തീയതി ക്യാൻഡിൽ എടുത്ത സപ്പോർട്ട് ലെവലിലാണ് നിലവിൽ സെയിം സപ്പോർട്ട് ലെവൽ എടുത്തിരിക്കുന്നത് ഇൻഡെക്സ്. അതിന് മുമ്പുണ്ടായിരുന്ന 2 ക്യാൻഡിൽസും ഇൻഡിസിഷൻ ക്യാൻഡിൽസാണ്. അതിന് താഴേക്ക് ഇപ്പോൾ നിലവിൽ 49,652 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. വീണ്ടും താഴേക്ക് പോയാൽ 49,191, അതിന് താഴെ 48,645, വീണ്ടും താഴെ 47,260 എന്നിങ്ങനെ സപ്പോർട്ട് സോണുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ്. അതിന് മുകളിലേക്ക് നമ്മൾ ഇൻഡെക്സ് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് 52,770 റേഞ്ചിലും അതേപോലെ അതിനു മുകളിൽ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ 54,252 ലെവൽസുമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് EMA കൂടെ നോക്കാം. ഇൻഡെക്സിലെ EMAക്ക് അങ്ങനെ നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. എങ്കിലും ഇവിടെ നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാ മൂവിങ് ആവറേജസിൻ്റെയും താഴെയാണ്
നിലവിൽ മിഡ് ക്യാപ്പ് സൂചിക ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓഹരികൾ അതേപോലെ തന്നെ സൂചിക ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യാപാര നിക്ഷേപ തീരുമാനങ്ങൾ കരുതലോടെ എടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. നമസ്കാരം. നമ്മളിവിടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം കുറേ നാളുകളായിട്ട് വളരെ ഒരു വീക്ക്നെസ്സിലാണ് ഇൻഡെക്സ് ഉള്ളത്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഫോളോ വന്നിരുന്നു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കിയെങ്കിലും ജനുവരി 21 വീണ്ടും ഒരു ഫോളോ വന്നു. വീണ്ടും ഒരു റിക്കവറിക്ക് ശ്രമിച്ചു. ഇതാണ് ഒരു ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോകാൻ നോക്കിയെങ്കിൽ തന്നെയും ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം തിങ്കളാഴ്ച ഫെബ്രുവരി 10 ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. പിന്നീട് തുടർച്ചയായിട്ട് സ്ട്രോങ് റെഡ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെനസ്ഡേ ഒരു ലോവർ ലെവലിൽ റിജക്ഷൻ ലഭിച്ചു. ഇൻഡെക്സ് തിരിച്ച് കയറും എന്ന പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല. നെക്സ്റ്റ് ഡേ വീണ്ടും ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ 16,053. അതേപോലെ അതിന് മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു മർബൂസ് ക്യാൻഡിലിൻ്റെ സെൻട്രലായിട്ട് വരും 16,325 നെക്സ്റ്റ് ലെവൽസ് റെസിസ്റ്റൻസ് ആണ്. നമ്മളൊന്ന് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പുറകിൽ ഈ ഒരു 2024 ജൂണിൽ കൊടുത്ത സപ്പോർട്ട് ലെവലിൽ നിന്നാണ് ആ ഒരു സോണിലാണ് ഏകദേശം നിലവിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ആ ഒരു ജൂൺ മാസത്തിലെ കറക്റ്റ് സപ്പോർട്ട് ലെവലാണ് 15,400. അതിന് താഴേക്കും ആ സമയത്ത് ഇൻഡെക്സ് പോയിരുന്നു. നെക്സ്റ്റ് താഴെ ലെവൽ, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത് 14,992 ആ ഒരു റേഞ്ചാണ്. ഇത്തരത്തിൽ ലെവൽസുകൾ പരിഗണിച്ച് മാത്രം ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഹരികളുമായി ബന്ധപ്പെട്ട നിക്ഷേപ വ്യാപാര തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. നമസ്കാരം. നമ്മളിവിടെ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ട്രെൻഡ് എന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരി 5 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഇൻഡെക്സിലുണ്ടായിരിക്കുന്നത്. 1.5 ആഴ്ചയായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലും ഫോം ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റേഞ്ച് താഴെ 2 ഗ്രീൻ ലൈൻ സപ്പോർട്ട് ലെവൽസാണ് 22,785, 22,930. ആ ഒരു സോണിൽ നിന്നും ഇൻഡെക്സ് സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാം. ഈ കഴിഞ്ഞ വെനസ്ഡേ ഒരു സ്ട്രോങ് റിജക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ലോവർ ലെവൽസിൽ നിന്ന്. പക്ഷേ തൊട്ടടുത്ത ക്യാൻഡിൽ മുകളിൽ നിന്ന് ഹിറ്റ് കിട്ടി. അതിനുശേഷം ഫ്രൈഡേ ലോവർ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ജനുവരി 27 ഇൻഡെക്സ് സപ്പോർട്ട് എടുക്കുകയും പിന്നെ ഒരു റാലി കൊടുക്കുകയും ചെയ്തിരുന്നു. അതേ സെയിം സോണിൽ നിന്ന് തന്നെയാണ് ഇവിടെ ലോവർ റിജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അത് സപ്പോർട്ട് എടുക്കുന്ന ഒരു സൂചനയാണ് നൽകുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ 23,222, 23,300 ലെവൽസിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ 23,679, 23,795 അവിടെ നിന്നാണ് ഹിറ്റ് കിട്ടി ഇത്രയും താഴേക്ക് വന്നത്. ആ ലെവൽസിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. നമ്മളിവിടെ ഒരു റേഞ്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 22,795, 23,320 ഈ ഒരു സോണിലാണ് ഒരു പ്രോബബിലിറ്റി ഉള്ളത് ഇൻഡെക്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഇൻഡെക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യാപാര നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. താങ്ക് യു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.